എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ മൺകലത്തിൽ അതേപോലെ വിറകടുപ്പിലൊക്കെ ഭക്ഷണം പാകം ചെയ്യാനാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു രുചിയൊന്ന് വേറെ തന്നെയാണ്. ഞാനിതിൽ തന്നെ ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് വെച്ച് പിന്നെ ചോറ് വറുത്തതിന് ശേഷം ഞാൻ നമ്മുടെ വാഴക്ക പിന്നെ തൈരൊക്കെ ഒഴിച്ച് തൈരും തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പ് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മധുരക്കിഴങ്ങ് കുറേ ആയി കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പോൾ അതൊന്ന് മുളയ്ക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് നാശമായിട്ടുണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ നന്നായിട്ട് ഉഷാറായിട്ടുണ്ട്. ഒരു നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കേടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിതാ വേവിച്ച് വെള്ളമൊക്കെ ഊറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചൂടോടെ ലേശം ചായ ഉണ്ടാക്കിയിട്ട് അത് കുടിക്കാമെന്ന് വെച്ചിട്ടോ. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സ്കൂളിലേക്ക് കുട്ടികളെയൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. പിന്നെ തിരുമ്പലും കുളിക്കലും ഒക്കെ കഴിഞ്ഞപ്പോൾ ഫ്രീ ആയപ്പോൾ അപ്പോഴത്തേക്കും നമ്മുടെ മധുരക്കിഴങ്ങും അടുത്ത് വെച്ചിട്ട് അത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുറച്ച് നേരം ടി വി നോക്കി ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ടി വി ഒക്കെ ഓണാക്കി കുറച്ച് നേരം ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ കണ്ട് പകുതിയായപ്പോൾ കറണ്ട് പോയി. അപ്പോൾ പിന്നെ എന്നാൽ ഫോണിൽ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് എടുത്ത് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. വൈകുന്നേരം വരെ പിന്നെ ഒറ്റയ്ക്കായിരിക്കും. അങ്ങനെ ഇരുന്നും കിടന്നും നടന്നും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോവും. അതായത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പിന്നെ ചിലപ്പോൾ മടിയായിട്ട് അവിടെ വെക്കും. പിന്നെ സ്റ്റിച്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ കുറേ ഉണ്ട്, പക്ഷേ അതിനൊന്നും അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനലുകളിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് കോപ്പിറൈറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ വേഗം അത് ഒഴിവാക്കിട്ടോ. ഉച്ചക്ക് പരിപ്പ് കറിയും അതേപോലെ വാഴക്കുപ്പേരിയും ആയിരുന്നു കേട്ടോ. പപ്പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കൂടി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ കുട്ടികൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ തേങ്ങയും ബെല്ലമൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് അതിൽ കുറച്ച് ചെറിയ ജീരകവും അതേപോലെ ഏലക്കായൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊഴുക്കട്ട മാതിരി ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇവിടെ രണ്ടാൾക്ക് പിന്നെ ചെറിയ ആൾക്കും രണ്ടാമത്തെ ആൾക്കും സൂചി വെച്ചിട്ടുണ്ട് കേട്ടോ. 5 വയസ്സിൻ്റെ സൂചിയും 10 വയസ്സിൻ്റെ സൂചിയാണ് സ്കൂളിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കൈ നല്ല വേദനയും അതേപോലെ തന്നെ എന്താ പറയുക പനിയൊക്കെ ആയതുകൊണ്ട് അവരിന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ മിനിറ്റിന് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാൻ വേഗം കൊഴുക്കട്ട മാതിരി ഉണ്ടാക്കിയെടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഏലക്കായും ചെറിയ ജീരകമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റും അതിൻ്റേതായൊരു ചുവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 4-5 ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തേഞ്ഞതുമില്ല. ഭയങ്കര ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, കുറച്ചുണ്ടാക്കിയതുകൊണ്ട് തന്നെ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൂ പോലെ ഉണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ബെല്ലവും തേങ്ങയും അതേപോലെ ഏലക്കായും ചെറിയ ജീരകവും ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഓരോന്നും എടുക്കാനുള്ളതേ ഉണ്ടായിരുന്നിട്ടുള്ളൂ.
ഉള്ളൂ കേട്ടോ അതിൽ. ഞാൻ വിചാരിച്ചു പിന്നെ എന്താ പറയുക, അവർ ചിലപ്പോൾ ഈ മാവ് മാത്രം കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പ്രസ്സിൽ കനല്ലാതെ പരത്തിയിട്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നിറച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാവ് വേറെ പിന്നെ ഇത് വേറെ നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ അല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ, എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഒരു പൂതി കേട്ടോ. സദ്യ കഴിക്കാനും ഒക്കെ പൂതിയുണ്ട്. അപ്പോൾ സദ്യയൊക്കെ ഒന്ന് പോയി പുറത്ത് പോയി കടയിൽ പോയി കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ദിവസവും ഓരോ കറികളൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ഓണത്തിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇന്ന് വാഴക്കുപ്പേരിയും ഇന്നലെ വാഴക്ക മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ.